ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്കായി മുൻവർഷത്തെ ചോദ്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും കവർ ചെയ്ത് കഴിഞ്ഞു. 200-300ഓളം ചോദ്യങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ കാണുന്നത് പോലെ ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള 2021 മുതൽ 2025 വരെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് തുടങ്ങാം. റെഡി അല്ലേ? അപ്പോൾ ഒപ്പം കൂടിക്കോ, മാർക്കടിച്ചോ, വിജയിച്ചോ, ജോലി വാങ്ങിച്ചോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണണം. സംഖ്യകൾ ഇവിടെ തന്നിരിക്കുന്നു. 13.07, 21, 0.3, 1.25, 0.137, 26.546, 26.5. റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണല്ലോ. ഇത് റിപ്പീറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചെയ്യല്ലേ? അപ്പൊ ഞാൻ ഈ സംഖ്യകൾ എഴുതുന്നത് നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കണം. ദശാംശ സംഖ്യകളെ, ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമ്മളിവിടെ കൂട്ടാൻ പോകുന്നത്. ഒന്നാമത്തെ സംഖ്യ 13.07. ഞാനിവിടെ ശ്രദ്ധിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, പോയിന്റുകളെല്ലാം ഒരേ വരിയിൽ വരണം. പോയിന്റുകളെല്ലാം, ആ കുത്തുകളെല്ലാം ഒരേ വരിയിൽ വരണം. അപ്പോൾ 13.07 ഞാൻ എഴുതി. അടുത്തത് ഏതാ? 21. 21 നോക്കിക്കേ, ഞാൻ എങ്ങനെ എഴുതുന്നേ? 21. അത് കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 21 ഒരു പൂർണ്ണസംഖ്യയാണ്, വേറെ ആരുമില്ല. 21 എഴുതി. ഇനി ആരുള്ളത്? 0.3. പോയിന്റ് ഒക്കെ ഒരേ നിരയിൽ വരണം. 0.3 അത് എഴുതി. ഇനി 1.25, 1.25 അതും എഴുതി. ഇനിയോ 0.137 അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഒരാളും കൂടി എഴുതിയാൽ മതി. അതാരാ? 26.546. ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് വേണ്ട, ഒഴിവാക്കിയേക്ക്. ഇവരെ കൂട്ടണം. തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ പറയുന്നു, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 0 ചേർക്കുക. 21 കഴിഞ്ഞിട്ട് പോയിന്റ് ഇല്ല, നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു തെറ്റാതിരിക്കാൻ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് താഴെ അതിൻ്റെ മുകളിലും 3 ഡെസിമൽ ഡിജിറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എല്ലാറ്റിലും നമ്മൾ 3 ഡെസിമൽ ഡിജിറ്റുകളാക്കുന്നു. 1, 2, 3. ഇവിടെ 2 ഉണ്ട്, ഒരെണ്ണം കൂടി വേണം. അപ്പൊ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യണം? 0 0 0 0 0 0. എല്ലായിടത്തും ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ 0 ഇടും. ഓക്കെ, ദേ ഇവിടെയും 0 ഇടാൻ മറക്കണ്ട. ഇവിടെയും നമ്മൾ 0 ഇടും. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇടണം എന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. ബൈ ചാൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മക്കളെ, എന്തിനാ വെറുതെ നെഗറ്റീവ് അടിക്കണേ? ഒരു 0 ഇടുന്നത് ഇത്ര വലിയ കാര്യമല്ലല്ലോ. പെട്ടെന്ന് 0 ഇടുക, പെട്ടെന്ന് ചെയ്യുക. ഇനി കൂട്ടിയാൽ മതി. 7 6 13, ശിഷ്ടം 1. 1 7 8, 8 5 13, 3 16 4 20, 0 ശിഷ്ടം 2. 2 3 5 2 7 1 8 5 13, 3 ശിഷ്ടം 1. നോക്കിക്കേ, പോയിന്റുകളെല്ലാം ഒരേ വരിയിൽ വരണം എന്ന് ഞാൻ പറഞ്ഞത്. അതേപോലെ ഉത്തരത്തിലും അത് ബാധകമാണ്. ആ പോയിന്റ് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉത്തരത്തിലും പോയിന്റ് ഇടണം. ഓക്കെ, ബാക്കി കൂട്ടാം. 1 3 4 1 5 5 3 6 6 6 12, 2 ശിഷ്ടം 1. 1 1 2 2 2 4 4 2 6. നമ്മുടെ ഉത്തരം കിട്ടി. എത്ര? 62.303. 62.303 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഒന്നാമത്തെ ചോദ്യം സെറ്റായേ, നമ്മൾ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു.
രണ്ടാമത്തെ ചോദ്യവും രണ്ട് ദശാംശ സംഖ്യകളെ ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടാനുള്ളതാണ്. 7.52 കൂട്ടണം 4.05. ഞാൻ ഇവിടെ തന്നെ കൂട്ടാം. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? പോയിന്റുകളെല്ലാം ഒരേ വരിയിൽ വരണം. കൂട്ടിയല്ലേ? 2ഉം 5ഉം കൂടി കൂട്ടിയാൽ 7, 5ഉം 0 കൂട്ടിയാൽ 5, 7ഉം 4ഉം കൂട്ടിയാൽ 11. നമ്മുടെ ഉത്തരം 11.57 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യവും ഡെസിമൽ നമ്പറുകളെ കൂട്ടാനുള്ളതാണ്. കൂട്ടാം. ഒന്നാമത്തെ സംഖ്യ 617. ഞാൻ എഴുതുന്നു 617. പോയിന്റ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാനിവിടെ പോയിന്റ് ഇടുന്നു. ഏതിലാ ഏറ്റവും കൂടുതൽ ഡെസിമൽ ഡിജിറ്റുകൾ ഉള്ളത്? പോയിന്റ് കഴിഞ്ഞിട്ട് എവിടെയാ കൂടുതൽ ആളുകൾ ഉള്ളത്? അതെ, ഈ സംഖ്യയിലല്ലേ. എത്ര ആളുകൾ? പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 ആളുകൾ. 4 ആളുകൾ. അപ്പൊ ഞാനിവിടെ ആദ്യമേ 4 പൂജ്യം വെച്ചു കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ സംഖ്യ 617 ഞാൻ എഴുതി. ഇനി രണ്ടാമത്തേത് ഏതാ? 6.017. 6.017. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞാൻ 0 ചേർത്തു. അപ്പൊ അത് എഴുതി. ഇനി മൂന്നാമത്തെ സംഖ്യ 0.617. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞാൻ 0 ചേർത്തു. ഇനി അവസാനത്തെ സംഖ്യ ഏതാ? 6.0017. ഓക്കെ, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞാൻ 0 ചേർത്ത് വെച്ചു. ഇനി ഞാൻ കൂട്ടിയാൽ മതി. കൂട്ടിയാൽ കിട്ടുന്നത് എത്ര നോക്കാം. ഇവിടെ 7, 7ഉം 7ഉം 14ഉം 1ഉം 15, 5 ശിഷ്ടം 1, 1ഉം 1ഉം 2, 1ഉം 3, ഇവിടെ 6. പോയിന്റ് 7ഉം 6ഉം 13, 13ഉം 6ഉം 19, 9 ശിഷ്ടം 1, 1ഉം 1ഉം കൂടി കൂട്ടിയാൽ 2, ഇവിടെ 6. നമ്മുടെ ഉത്തരം 629.6357. 629.6357. മക്കളെ എങ്ങനെ ചെയ്യാം? മക്കളെ, നാലാമത്തെ ചോദ്യം വീണ്ടും 2 ദശാംശ സംഖ്യകൾക്കൊപ്പം ഒരു ഭിന്നസംഖ്യ കൂട്ടുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ആ ഭിന്നസംഖ്യനെ ദശാംശ സംഖ്യയാക്കി മാറ്റാം. 1/2 എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യയാക്കി മാറ്റാം? എങ്ങനെ മാറ്റാം? 1/2 ഞാൻ അതിൻ്റെ ഛേദം ഡിനോമിനേറ്റർ 10ലേക്ക് എത്തിക്കുന്നു. 10ലേക്ക് എത്തിക്കാൻ താഴെ കിടക്കുന്ന 2 ഞാൻ എന്തുകൊണ്ട് ഗുണിക്കണം? താഴെ കിടക്കുന്ന 2 ഞാൻ 5 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, 1/2 എന്ന് പറയുന്നത് മുകളിലും താഴെയും 5 കൊണ്ട് ഗുണിച്ചാൽ അത് 1 × 5 5, 2 × 5 10, 5/10 എന്നാകും. എത്രയാണ് 5/10 എന്ന് പറഞ്ഞാൽ? അത് 0.5 ആണ്. എങ്ങനെ? എടാ, മുകളിൽ ഒരാള്, താഴെ ഒരു 0 10ന്റെ പവർ. ഓക്കെ, 5/10 നമ്മൾ ചെയ്യുന്നത് മുകളിലുള്ള ആളെ അതുപോലെ എഴുതും. താഴെ എത്ര 0 ഉണ്ടോ അത്രയും ദശാംശ സ്ഥാനങ്ങൾ, അത്രയും ഡെസിമൽ ഡിജിറ്റുകൾ ഉത്തരത്തിൽ ഉണ്ടാകണം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾ ഉണ്ടാകണം. മനസ്സിലായോ? എങ്കിൽ 46/10 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുകളിലുള്ള ആളെ എഴുതും 46. ഇവിടെ എത്ര 0ങ്ങൾ? ഒരു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾ ഉണ്ടാവണം. അപ്പോൾ ഒരാൾ കഴിഞ്ഞിട്ട് ഞാനത് കുത്തിട്ട് കൊടുക്കും. ക്ലിയർ? എങ്കിൽ 348/10 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മുകളിലുള്ള ആൾ 348 അതുപോലെ എഴുതി, താഴെ ഒരു 0. അപ്പൊ ഉത്തരത്തിൽ ഡെസിമൽ ഡിജിറ്റ് 1 ഉണ്ടാകാൻ പാടുള്ളൂ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ പുറകിൽ നിന്ന് ഒരാളെ നീക്കിയിട്ട് കുത്തിടും. 34.8 ആയിരിക്കും ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പൊ 1/2 ഞാൻ എന്ത് ചെയ്തു? താഴത്തെ 2 ഞാൻ 10ലേക്ക് എത്തിച്ചു. 10ലേക്ക് എത്തിക്കാൻ 5 കൊണ്ട് ഗുണിച്ചു.
അപ്പോൾ മുകളിൽ ഞാൻ 5 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ 5/10 കിട്ടി. 5/10 എനിക്ക് 0.5 എന്ന് എഴുതാം. ഇത് മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. 1/2 എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ, 50 പൈസ. 50 പൈസ 0.50 നമ്മൾ എഴുതും അല്ലേ. 25 പൈസ എന്ന് പറയുന്നത് 1/4 ആണ് എന്ന് നമുക്കറിയാം. 1/4 കാൽ ഭാഗം എന്ന് പറയുന്നത് 25 പൈസ. അര എന്ന് പറയുന്നത് 50 പൈസ. ഇനി മുക്കാല് എന്ന് പറയുന്നത് 75 പൈസ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവർ പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യം കിട്ടിയല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരായിട്ട് കൂട്ടിയാൽ മതി. 23.08 അതിൻ്റെ കൂടെ 8.009 കൂട്ടണം. അതിൻ്റെ കൂടെ 1/2 കൂട്ടേണ്ടത്. അതിൻ്റെ ദശാംശ രൂപം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് 0.5 ആണ്. ഓക്കെ, ഇനി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ 0 ഇടും. ഇനി കൂട്ടിയാൽ 9, 8, 5 പോയിന്റ് 8 3 കൂട്ടിയാൽ 23 8 കൂട്ടിയാൽ 31. നമ്മുടെ ഉത്തരം 31.589. 31.589 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ അല്ലേ? നമുക്കൊന്ന് അടുത്തേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, 20.009 എത്ര കൂട്ടിയാലാണ് 50 കിട്ടുക? നമുക്ക് കണ്ടുപിടിക്കാം. 20.009 എത്രയോ കൂട്ടിയപ്പോൾ 50 കിട്ടണം. അപ്പൊ ഈ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തുള്ള കൂട്ടണം 20.009 നമ്മൾ അപ്പുറത്തേക്ക് തട്ടും. അവിടെ 50 ഓൾറെഡി ഉണ്ട്. കൂട്ടണം 20.009 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആകും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാകും. കാരണം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 2 ടോപ്പിക്കിലും 100,000 പ്രാവശ്യം ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, 50-ൽ നിന്ന് 20.009 കുറയ്ക്കണം. 20.009 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ സൈഡിൽ എഴുതട്ടെ. 50-ൽ നിന്നും ഇവിടെ ഡെസിമൽ ഡിജിറ്റുകൾ 3 എണ്ണം. അപ്പോൾ ഞാൻ 50.000 ഇട്ടു. മൈനസ് കുറയ്ക്കണം. എത്ര? 20.009. നമുക്ക് കുറയ്ക്കാം. എടാ 0-ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ 0 എന്ത് ചെയ്തു? തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കടം ചോദിക്കാൻ പോയി. അയാളുടെ കയ്യിൽ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ആളുടെ അടുത്തേക്ക് പോയി, അയാളും 0 ആണ്. അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെയും 0. എല്ലാവരും കൂടി ഇവിടെ വന്നു. 5ന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. 5 കണക്കിന്റെ ഒരു പ്രത്യേകത, സംഖ്യകളൊക്കെ ഭയങ്കര ദാനധർമ്മികളാണ്. ചോദിക്കേണ്ട താമസം എടുത്തു കൊടുക്കും. അപ്പൊ ഇവിടെ 5-ൽ നിന്ന് 1 പോയി, അത് 4 ആയി. ഈ 0-ന്റെ ഒപ്പം ചേർന്നപ്പോൾ 10 ആയി. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി, ഡയറക്റ്റ് അപ്പുറത്തെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ആളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾ വേണം അപ്പുറത്തേക്ക് കൊടുക്കാൻ. അപ്പൊ ഇത് 9 ആയി, ഇത് 10 ആയി. ഓക്കെ, വീണ്ടും ഇത് 9 ആകുന്നു, ഇത് 10 ആകുന്നു. വീണ്ടും ഇത് 9 ആകുന്നു, അപ്പുറത്തേക്ക് കൊടുത്ത് 10 ആകുന്നു. ഓക്കെ, മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ചിലർക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞതാണ്. 1ാം ക്ലാസ്സിലേക്ക് കഴിഞ്ഞതാണ്, നമുക്കിതൊക്കെ അറിയാം. അങ്ങനെയുള്ളവർ സ്പീഡായിട്ട് ചെയ്തോ. നമ്മുടെ കൂടെ കുറച്ച് പാവങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് കുറയ്ക്കാലോ. 10-ൽ നിന്ന് 9 പോയാൽ 1, 9-ൽ നിന്ന് 0 പോയാൽ 9, 9-ൽ നിന്ന് 0 പോയാൽ 9 പോയിന്റ്. 49-ൽ നിന്ന് 20 പോയാൽ, അല്ലെങ്കിൽ 9-ൽ നിന്ന് 0 പോയാൽ 9, 4-ൽ നിന്ന് 2 പോയാൽ 2. നമ്മുടെ ഉത്തരം 29.991 എന്ന് കിട്ടും. 29.991 എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ 50-ൽ നിന്ന് 20.009 കുറയ്ക്കുന്നത്. ഓക്കെ, ഈ ഡെസിമൽ ഡിജിറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് എന്താ? ഇപ്പം 3.4 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ 3.4 എന്ന് പറയുന്ന സംഖ്യ 3 കഴിഞ്ഞു, പക്ഷെ 4-ലേക്ക് എത്തിയില്ല. ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് 3.4 അല്ലേ? ഇടയിലാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം.
3 കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20.009 എന്ന് പറയുന്നത് 20 കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പരിപാടി, ഇതിലെ പൂർണ്ണസംഖ്യകളെ ഞാൻ ആദ്യം കിട്ടെടുക്കും. 50-ൽ നിന്ന് 20 കുറയ്ക്കും. 50-ൽ നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? 50-ൽ നിന്ന് 20 കുറച്ചാൽ ബാക്കി 30 ഉണ്ടാവും. 30 ഉണ്ടാവും. എടാ, ഇനി എന്തുകൂടി കുറയ്ക്കണം? ഒരു 0.009 കുറയ്ക്കണം. എന്തിൽ നിന്ന് കുറയ്ക്കും? വേണമെങ്കിൽ 30-ൽ നിന്ന് കുറയ്ക്കാം. ഞാൻ 30-ൽ നിന്ന് കുറയ്ക്കുന്നില്ല. എന്തായാലും ഇത് 1-നേക്കാൾ ചെറുതല്ലേ. അപ്പോൾ ഞാൻ 30-ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ബാക്കി 29 ഇവിടെ ഉണ്ടാവും. ഓക്കെ, 30-ൽ നിന്ന് ആ ഒരു 1 എടുത്തപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, 30-ൽ നിന്ന് ഞാൻ ഒരു 1 ഇങ്ങോട്ട് എടുത്തു. ആ 1-ൽ നിന്നാണ് ഞാൻ എന്ത് കുറയ്ക്കുന്നത്? 0.0009 കുറയ്ക്കുന്നത്. ഇത് കുറച്ചാൽ നമ്മളിങ്ങനെ കടമൊക്കെ എടുത്ത് പോയാൽ ഇവിടെ 0 വരും, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 10 വരും. കുറച്ചാൽ 10-ൽ നിന്ന് 9 പോകുന്നു, 1 ആയി. 9-ൽ നിന്ന് 0 പോയാൽ 9, 9-ൽ നിന്ന് 0 പോയാൽ 9, 0.991. അത് ഇതിൻ്റെ ഒപ്പം ചേർത്താൽ 29 + 0.991 ചെയ്താൽ നമുക്ക് കിട്ടും 29.991. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, നമ്മളങ്ങനെ 6ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 7.2-ൽ നിന്ന് കുറയ്ക്കണം 3.03, വീണ്ടും കുറയ്ക്കണം 2.002. നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള കടം, പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ധനം, കാശ്. ഓക്കെ, അപ്പോൾ 7.2 രൂപ നമ്മുടെ കയ്യിൽ, ബാക്കിയൊക്കെ കടാണ്. 3.03 രൂപ കടം, 2.002 രൂപയും കടം. അപ്പം മൊത്തത്തിൽ എത്ര കടം ഉണ്ടെന്ന് നോക്കാം. മൊത്തത്തിലുള്ള കടം ആദ്യം കണ്ടുപിടിക്കാം. 3.03, അതുപോലെ 2.002. ഇത്രയും മൈനസ് ആണ്. ഇത്രയും നമുക്ക് കൊടുക്കേണ്ട കടമാണ്. കൂട്ടിയാൽ 2, 3, 0, 3, 2, 5. 5.032 എന്ന് വന്നു. അപ്പോൾ 7.2 രൂപ നമ്മുടെ കയ്യിലുണ്ട്. മൊത്തത്തിലുള്ള കടം എത്ര? ഇത് മൊത്തം ചേർന്നപ്പോൾ എത്ര? മൊത്തം ചേർന്നപ്പോൾ 5.032. ഇത് ചെയ്താൽ മതി നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ. ചെയ്ത് നോക്കാം. 7.2, ഇവിടെ 3 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 1 ഡെസിമൽ ഡിജിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ 2 0 കൂടി ഇട്ട് കൊടുത്തു, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈനസ്, എന്താണ് മൈനസ് ചെയ്യേണ്ടത്? 5.032 മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 0-ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളപ്പോൾ ഈ 2-ൽ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇത് 9 ആകും, ഇത് 10 ആകും. ഓക്കെ, 10-ൽ നിന്ന് 2 പോയാൽ 8, 9-ൽ നിന്ന് 3 പോയാൽ 6, 1-ൽ നിന്ന് 0 പോയാൽ 1, 7-ൽ നിന്ന് 5 പോയാൽ 2. നമ്മുടെ ഉത്തരം 2.168 എന്ന് കിട്ടും. 2.168. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. മക്കളെ, നമ്മളങ്ങനെ 7ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 7ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 0.0657-ൽ നിന്ന് 0.00657 കുറയ്ക്കണം. നമുക്ക് കുറയ്ക്കാം. ഓക്കെ, 0.06557-ൽ നിന്ന് കുറയ്ക്കണം എന്ത്? 0.00657. ഓക്കെ, ഇപ്പം മുകളിൽ ഒരു ഡെസിമൽ ഡിജിറ്റ് കുറവുണ്ട്, നമ്മളൊരു 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. 0-ൽ നിന്ന് 7 പോവില്ല എന്ന് നമുക്കറിയാം. നമ്മൾ കടമെടുത്തു. ഇത് 10 ആയി, ഇത് 6 ആയി. ഓക്കെ, 10-ൽ നിന്ന് 7 പോയാൽ ബാക്കി 3, 6-ൽ നിന്ന് 5 പോയാൽ ബാക്കി 1. ഇനി 5-ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അപ്പുറത്തുനിന്ന് കടമെടുത്തിട്ട് ഇത് 15 ആക്കി, ഇതിനെ 5 ആക്കി. കടമെടുക്കാതെ കുറയ്ക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് വഴികളുണ്ട്. ഞാൻ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാതെ 2-3 വഴികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവരെ അത് കാണണം. ഇപ്പോൾ 15-ൽ നിന്ന് 6 പോയാൽ ബാക്കി 9, 5-ൽ നിന്ന് 0 പോയാൽ 5 തന്നെ,
പൂജ്യത്തിൽ നിന്ന് 0 പോയാൽ 0, ഇവിടെയും 0. നമ്മുടെ ഉത്തരം കിട്ടി 0.059113 ആണ് നമ്മുടെ ഉത്തരം. 0.059113 ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. മക്കളെ, 8ാമത്തെ ചോദ്യം 1.004 നിന്ന് കുറയ്ക്കണം. ആരെ? 0.0542. ഓക്കെ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ചേർക്കണം. എല്ലാവരുടെയും ഡെസിമൽ സ്ഥാനങ്ങൾ, ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം തുല്യമാക്കി ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് മറക്കണ്ട, ഇത് കുറയ്ക്കണം. ഓക്കെ, 0ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പം അപ്പുറത്തുനിന്ന് കടമെടുത്തിട്ട് ഇത് 10 ആക്കി, ഇത് 3 ആക്കി. 10ൽ നിന്ന് 2 പോയാൽ 8. ഇനി 3ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. കടമ ചോദിക്കാൻ നമ്മൾ 2 വീട് കഴിഞ്ഞ് അപ്പുറത്ത് ഈ 1ന്റെ അടുത്തേക്ക് എത്തണം. അപ്പം ഈ 1 കൊടുത്തപ്പോൾ 1ന്റെ പിന്നെ ബാക്കിയൊന്നുമില്ല, 0 ആയി. ഇത് 10 ആയി, 10ൽ നിന്ന് 1 കൊടുത്തപ്പോൾ ഇത് 9 ആയി. ഇത് 10 ആയി, 10ൽ നിന്ന് വീണ്ടും ഒരെണ്ണം പോകുമ്പോൾ ഇത് 9 ആയി, ഇത് 13 ആയി. 13ൽ നിന്ന് 4 പോയാൽ ബാക്കി 9. 9ൽ നിന്ന് 5 പോയാൽ ബാക്കി 4. 9ൽ നിന്ന് 0 പോയാൽ 9 തന്നെ, മുന്നിലൊരു 0. നമ്മുടെ ഉത്തരം 0.9498. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മക്കളെങ്ങനെ 9ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 9ാമത്തെ ചോദ്യം ദശാംശ സംഖ്യകളെ ഗുണിക്കാനുള്ള ചോദ്യമാണ്. ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാനുള്ള ചോദ്യമാണ്. 0.02 ഗുണിക്കണം 0.4 ഗുണിക്കണം 0.1. ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യുന്നത് ഈ ദശാംശ സ്ഥാനം നമ്മൾ ഒഴിവാക്കും, ബാക്കിയുള്ളവരെ നമ്മൾ എടുക്കും. എടാ, ഇതിലെ പോയിന്റ് നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി 0.02 എന്ന് വെച്ചാൽ 2 തന്നെ, 2 എടുത്തു. ഗുണിക്കണം 0.4 പോയിന്റ് തട്ടിക്കളഞ്ഞാലോ ബാക്കി 0, 4 ഉള്ളൂ. 0.4 എന്ന് പറഞ്ഞാൽ 4 തന്നെ, മുന്നിൽ എത്ര 0 വന്നിട്ടും കാര്യമില്ല, 4 തന്നെ. ഗുണിക്കണം 0.1 ആ പോയിന്റ് ഒഴിവാക്കിയാലോ ബാക്കി 1 അല്ലെ, 0.1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഇവരെ ഗുണിച്ചാൽ മതി. 2 ഗുണം 4 ഗുണം 1 ചെയ്താൽ 8 അല്ലേ. 2 ഗുണം 4 8, 8 ഗുണം 1 8 തന്നെ. അപ്പൊ 8 കിട്ടി. 8 ആണോ ഉത്തരം എന്ന് ചോദിച്ചാൽ 8 അല്ല ഉത്തരം. ഉത്തരത്തിൽ 8 ഉണ്ട്, ഉത്തരത്തിൽ 8 ഉണ്ട്, ഉത്തരത്തിൽ 8 ഉണ്ട്. ഞാനത് അവസാനം എഴുതി വെച്ചു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എടാ, ഇവിടെ 3 സംഖ്യകളെയാണ് നമ്മൾ ഗുണിച്ചത്. 1ാമത്തെ സംഖ്യയിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട് എന്ന് നോക്കണം. അതായത് ആ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ടെന്ന് നോക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2 അല്ലേ, 2 ആളുകൾ. ഇനി 2ാമത്തെ സംഖ്യ 0.4ൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ട്? 1 ആള് അല്ലേ, 4 മാത്രം. ഇനി 3ാമത്തെ സംഖ്യ 0.1ൽ ആ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ട്? ഇവിടെയും 1 ആള്. അപ്പൊ ഈ ചോദ്യത്തിൽ ആകെ ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം എത്ര? ഈ ചോദ്യത്തിൽ ആകെ ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം 2ഉം 1ഉം 3, 3ഉം 1ഉം 4. അപ്പോൾ ചോദ്യത്തിൽ ആകെ ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഉത്തരത്തിലും ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം 4 ആയിരിക്കണം. ഉത്തരത്തിലും ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം 4 ആയിരിക്കണം. എന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം. ബാക്കിൽ നിന്ന് എണ്ണം 1, 2, 3, 4 ഡിജിറ്റുകൾ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ 1 ഡിജിറ്റ് 8 നേരത്തെ സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ 0 ചേർത്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? മുന്നിൽ ആരുമില്ല, നമ്മൾ മുന്നിൽ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ ഉത്തരം 0 പോയിന്റ് എത്ര 0? 3 0 പിന്നെ ഒരു 8. 3 0കൾ ഒരു 8. ഓപ്ഷൻ എ ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. ഓക്കെ മക്കളെ, 10ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 345.72 ഗുണിക്കണം 7.46 കൊണ്ട്. ഇത്
ഗുണിക്കാൻ നിന്നിട്ട് ഇതിലെ ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണമൊക്കെ നോക്കി ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കുറേ സമയം എക്സാമിൽ ബാക്കിയുണ്ടെങ്കിൽ ആ തരത്തിൽ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് 25 ഗുണം 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 25കൾ ചേർന്നാൽ നിങ്ങൾക്കറിയാലോ അത് 100 ആണെന്നുള്ളത്. ഞാനിനി ഇതിൻ്റെ ഡിജിറ്റ് സം എടുത്തിട്ട് നോക്കുന്നു. അതായത് ഒന്നാമത്തെ സംഖ്യ 25 ആണ്. അതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് ഇതിലെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുന്നത്, അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ആ ഒരു സംഖ്യ 2ഉം 5ഉം കൂടി കൂട്ടിയാൽ 7. ഓക്കെ, 4 എന്ന് പറയുന്ന രണ്ടാമത്തെ സംഖ്യയുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 4 തന്നെ, വേറെ ആരും ഇല്ലേ, 4 തന്നെ. ഓക്കെ, ഈ 100ന്റെ ഡിജിറ്റ് സമ്മോ 100ന്റെ ഡിജിറ്റ് സമ്മോ 1 + 0 + 0 എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഡിജിറ്റ് സമ്മ് 1. ഓക്കെ, അപ്പൊ ഈ 7ഉം ഇവിടെ ഗുണിക്കണം ഈ 4. ഈ 7 എങ്ങനെ വന്നതിന് ഡൗട്ട് ഉണ്ടാവരുത്. ഈ 2ഉം 5ഉം കൂടി കൂട്ടിയതാണ് 7. ഓക്കെ, അപ്പൊ 7 ഗുണം 4 എത്രയാടാ? 28 ആണ് അല്ലെ? ഈ 28ല് 2ഉം 8ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 10. നമ്മൾ ലാസ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് ആകുന്നത് വരെ കൂട്ടണം. 10 എന്ന് പറയുന്നത് 2 ഡിജിറ്റാണ്. അപ്പൊ നമ്മൾ വീണ്ടും കൂട്ടും. 1ഉം 0ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. നോക്കിയേ, 100ന്റെ ഡിജിറ്റ് സമവും ഇപ്പൊ കിട്ടിയ ഡിജിറ്റ് സമവും സെയിം ആണ്. അപ്പൊ നമ്മൾ വലിയ വലിയ കണക്കുകളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ തരത്തിലാണ്. സംഖ്യകളുടെ ഡിജിറ്റ് സമ്മ് നോക്കും, ഉത്തരത്തിന്റെ ഡിജിറ്റ് സമ്മ് നോക്കും, എന്നിട്ട് ചെക്ക് ചെയ്യും. നമ്മൾ അത് വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഡിജിറ്റ് സമ്മ് ആദ്യം എടുക്കാം. 345.72. ഇതാണല്ലോ ആദ്യത്തെ സംഖ്യ. അപ്പൊ ഇതിന്റെ ഡിജിറ്റ് സമ്മ് എത്രയാണെന്ന് നോക്കാം. നോക്കിയാൽ 3ഉം 4ഉം 7, 7ഉം 5ഉം 12, 12ഉം 7ഉം 19, 19ഉം 2ഉം 21. അത് 2 ഡിജിറ്റ് ആണ്. വീണ്ടും നമ്മൾ കൂട്ടും. 2ഉം 1ഉം കൂടി കൂട്ടിയാൽ 3. ഓക്കെ, ഇനി രണ്ടാമത്തെ സംഖ്യയോ 7.46. 7.46ന്റെ ഡിജിറ്റ് സമ്മ് നോക്കാം. 7ഉം 4ഉം 11, 11ഉം 6ഉം 17. ഈ 1ഉം 7ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 8. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 3, നടുവിലുള്ള ചിഹ്നം, ഇൻറ്റു ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 8. 3 ഗുണം 8 ചെയ്താൽ 24 കിട്ടുക. 24 ഒരു 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും കൂട്ടും. 2ഉം 4ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 6. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഡിജിറ്റ് സമ്മ് നമുക്ക് മനസ്സിലായി. അത് 6 ആണ്, 6 മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ഓപ്ഷന്റെയും ഡിജിറ്റ് സമ്മ് കണ്ടുപിടിക്കും. ആരാണോ 6ന് ഈക്വൽ ആയിട്ട് വരുന്നത് അതാണ് ശരി ഉത്തരം. നമുക്ക് ഓരോ ഓപ്ഷനും എഴുതാം. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ ആദ്യം ഒന്ന് പകർത്തി എഴുതട്ടെ. ഓപ്ഷൻ എ 2579.0712. ഓപ്ഷൻ ബി 2580.0712. ഓപ്ഷൻ സി 2580.0812. ഓപ്ഷൻ ഡി 2580.0912. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നു ഓപ്ഷൻ എ ചെക്ക് ചെയ്യാം. 2579.0712 ഡിജിറ്റ് സമ്മ് കാണാം. 2ഉം 5ഉം 7, 7ഉം 7ഉം 14, 14ഉം 9ഉം 23, 23 + 0 23 തന്നെ, 23ഉം 7ഉം 30, 30ഉം 1ഉം 31, 31ഉം 2ഉം 33. കൂട്ടിയപ്പോൾ കിട്ടിയത് 6. ഇത്ര പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, നമ്മളെന്നാ ബാക്കി ഓപ്ഷൻസ് കൂടി ഞാൻ ചുമ്മാ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 2580.0812. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. 2ഉം 5ഉം 7, 7ഉം 8ഉം 15, 15ഉം 8ഉം 23, 23ഉം 1ഉം 24, 24ഉം 2ഉം 26. കൂട്ടിയാൽ കിട്ടുന്നത് 8. ഓക്കെ, ഇനി ഇത് ചെക്ക് ചെയ്യാം. 2580.0712 കൂട്ടിയാൽ 2ഉം 5ഉം 7, 8ഉം 5ഉം 15, 15ഉം 7ഉം 22, 22ഉം 3ഉം 25.
25-ലെ 2ഉം 5ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 7, 6അല്ല. ഓക്കെ, അവസാനത്തേത് നമ്മൾ ഇത് നോക്കുന്നു. 25 80.0912. ഓക്കെ, 8ഉം 2ഉം 10, 9 1 10, 10 10 20, 20 5 25, 25 2 27. 27-ലെ 2ഉം 7ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 9ആണ്, 6അല്ല. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഓപ്ഷൻ എ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ശരിയായ ഉത്തരം കിട്ടി, നമ്മൾ ലോട്ടറി അടിച്ചു. ഓക്കെ, അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, നമ്മളങ്ങനെ 11ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 11ാമത്തെ ചോദ്യം സിംപ്ലിഫൈ ചെയ്യാനാണ്, ലഘൂകരിക്കാനാണ്. നമുക്ക് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം, ഉത്തരത്തിലേക്ക് എത്താം. 0.2 ഗുണിക്കണം 0.27 ഹരിക്കണം 0.03 ക്യൂബ് കൊണ്ട്. ഓക്കെ, ഞാൻ ഈ 0.2 പവർ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനിവിടെ നിരത്തി എഴുതാം. 0.2-നെ 4 പ്രാവശ്യം ഗുണിക്കുന്നതല്ലേ 0.2 പവർ 4? 2. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ നമ്മൾ ആദ്യം അതിൻ്റെ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കാം. എല്ലാറ്റിലും പോയിന്റ് ഒഴിവാക്കിയാൽ 2 ഗുണം 2 ഗുണം 2 ഗുണം 2 എത്രയാണ്? 2 ഗുണം 2 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16 എന്ന് വരും. എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്? 1 2 3 4 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്. അപ്പൊ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ ഡിജിറ്റുകൾ വരണം? 4 ഡെസിമൽ ഡിജിറ്റുകൾ വരണം. അതില് 2 ഡെസിമൽ ഡിജിറ്റ് ആദ്യമേ കിട്ടി. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ 0.2 ഓൾ പവർ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങൾ എത്രയും നോക്കിയാൽ മതി. എടാ, ഇവിടെ ഡെസിമൽ ഡിജിറ്റ് 1 ആയിരുന്നു, അതിൻ്റെ പവറായിട്ട് 4 വന്നു. അപ്പൊ ടോട്ടൽ ഡെസിമൽ ഡിജിറ്റ്, ഉത്തരത്തിൽ ഉണ്ടാകുന്ന ഡെസിമൽ ഡിജിറ്റുകൾ എന്ന് പറയുന്നത് ഈ 1 ഗുണം 4 ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, 0.11 പവർ 4 ആണ് ചോദിച്ചതെങ്കിൽ ഉത്തരത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടാകും? ഇവിടെ 2 ഡെസിമൽ ഡിജിറ്റുകളുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എത്ര വരും? 2 ഗുണം 4 8 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടാവും. 8 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൽ മുകളിലിരിക്കുന്ന അംശത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ എന്ന് നിങ്ങൾക്ക് പറയാലോ. ഇപ്പോൾ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ? ഇവിടെ ഒരാള് 1 ഗുണം 4 ഡെസിമൽ ഡിജിറ്റ് ഈ ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് 4 ഡെസിമൽ ഡിജിറ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്തു. ഓക്കെ, ഇവിടെയോ? ഇവിടെ 2 ഡെസിമൽ ഡിജിറ്റുകൾ. അപ്പൊ ടോട്ടൽ ഇവിടെ മുകളിൽ 6 ഡെസിമൽ ഡിജിറ്റുകളുണ്ട്. 6 ഡെസിമൽ ഡിജിറ്റ്. ഇനി താഴെയോ? താഴെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടടാ? എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്, അതിന്റെ പവർ 3 വന്നിരിക്കുന്നത്. അപ്പൊ 2 ഗുണം 3 ചെയ്താൽ എത്രയാണോ കിട്ടുക അതാണ് താഴെ ഇരിക്കുന്ന ഛേദത്തിലെ ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം. 2 ഗുണം 3 6. അപ്പൊ മുകളിലും 6 താഴെയും 6 എങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പമായി. ഈ പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. എല്ലാ പോയിന്റിനെയും തട്ടിക്കളഞ്ഞാൽ മേലെ ആര് മാത്രം? 2 പവർ 4 മാത്രം. ഗുണിക്കണം 27 ബൈ താഴെ ആരാടുള്ളത്? 3 പവർ 3 ചെയ്താൽ മതി. 2 പവർ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 16 ആണ്. 16 ഗുണം 27 ബൈ 3ന്റെ ക്യൂബ്, അത് 27 ആണ്. ഈ 27ഉം ഈ 27ഉം ക്യാൻസലായി, ബാക്കി 16 മാത്രം. അതാണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മക്കളെങ്ങനെ 12ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 12ാമത്തെ ചോദ്യം ഇങ്ങനെ: 2.7ന്റെ ക്യൂബ്
പ്ലസ് 2.3ന്റെ ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 2.7ന്റെ സ്ക്വയർ മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. മുകളിൽ അംശത്തിലിരിക്കുന്ന ആള് 2.7 ക്യൂബ് പ്ലസ് 2.3 ക്യൂബ്. അത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? അത് കിടക്കുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന രൂപത്തിലല്ലേ? എന്താണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ എക്സ്പാൻഷൻ ഫോം, വിപുലീകരിച്ച സൂത്രവാക്യം? അത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അതിൻ്റെ എക്സ്പാൻഷൻ ഫോം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എങ്കിൽ മുകളിലിരിക്കുന്ന 2.7 ക്യൂബ് പ്ലസ് 2.3 ക്യൂബ് അതിനെ ഇതുപോലെ വിപുലീകരിച്ച് നമുക്ക് എഴുതാലോ? അങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും? എ പ്ലസ് ബി, എ എന്ന് പറയുന്നത് ഇവിടെ 2.7 ആണ്, ബി എന്ന് പറയുന്നത് ഇവിടെ 2.3 ആണ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2.7 പ്ലസ് 2.3 ഇൻറ്റു എ സ്ക്വയർ 2.7ന്റെ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 2.7 ഇൻറ്റു ബി 2.3 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.3ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അംശം മുഴുവൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി താഴെ ആരും കൂടി ഉണ്ട്? താഴെ ഇരിക്കുന്ന ആളെയും നമുക്ക് എഴുതാം. ആരാ താഴെ? 2.7ന്റെ സ്ക്വയർ മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3ന്റെ സ്ക്വയർ. നോക്കിക്കടാ, ഈ താഴെ ഇരിക്കുന്ന ആളും ഈ മുകളിലിരിക്കുന്ന ഈ ആളും സെയിം അല്ലേ? നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? ഇത്രയും നമുക്ക് വെട്ടിക്കളയാം. ബാക്കി ആരേ ഉള്ളൂ ഇവിടെ? ബാക്കി 2.7 പ്ലസ് 2.3 മാത്രമേ ഉള്ളൂ. അത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കൂട്ടി നോക്കാം. 2.7ഉം 2.3ഉം കൂട്ടിയാൽ 7 3 10, 0. പോയിന്റ് ഇവിടെ തന്നെ ഇടണം കേട്ടോ. ശിഷ്ടമുള്ള 1 അപ്പുറത്തേക്ക് കിട്ടും. 2 2 4, 4 3 5. 5.0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. എടാ, നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 13ാമത്തെ ചോദ്യം 0.32 ഗുണിക്കണം 0.32 പ്ലസ് 0.64 ഗുണിക്കണം 0.68 പ്ലസ് 0.68 ഇൻറ്റു 0.68. എടാ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഏത് രൂപത്തിലാണ് ഇത് കിടക്കുന്നതെന്നൊരു ഐഡിയ നമുക്ക് വരേണ്ട സമയം കഴിഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഒരു 300 ചോദ്യങ്ങളുടെ മേലെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 0.32 ഗുണം 0.32 എന്ന് വെച്ചാൽ എന്താണ്? 0.32ന്റെ സ്ക്വയർ അല്ലേ? 0.32ന്റെ സ്ക്വയർ അല്ലേ? ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 0.64 ഇൻറ്റു 0.68. ഇവിടെയാണ് ചിലപ്പോൾ പ്രശ്നമാവുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്ത ആളെ നമുക്ക് എടുക്കാം. 0.68 ഇൻറ്റു 0.68. ഇതെന്താണ്? 0.68ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുടെ സ്ക്വയർ, അവസാനം മറ്റൊരു സംഖ്യയുടെ സ്ക്വയർ. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിനോട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന കാര്യം. ഇനി എന്താണ് ആ കണക്ഷൻ എന്നത് ഈ ടേം ഇതും കൂടി ഡീകോഡ് ചെയ്താലേ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഡീകോഡ് ചെയ്യും? ഇത് ഈ ടേമാണ്, നടുവിലുള്ള ടേമാണ്. എന്താ ഈ ടൈമിൽ പറയുന്നത്? എയും ബിയും അതിൻ്റെ കൂടെ ഒരു 2ഉം ഗുണിക്കുന്നു. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ബി അതുപോലെ എഴുതിയിട്ടുണ്ട്. 0.68 എന്ന് പറയുന്ന സാധനം അതുപോലെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ 0.64 എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. നോക്കി വെക്കാം. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ബി അതുപോലെ എഴുതിയിട്ടുണ്ട്. ബാക്കി ആരാ ഇവിടെ ഉള്ളത്? 2 ഗുണിക്കണം എ. 2 ഗുണിക്കണം എ, എയുടെ ഇരട്ടി. അതായത് 0.32ന്റെ ഇരട്ടി അല്ലേ 0.64? അല്ലടാ. അപ്പൊ ഇതെന്താണ്? 2 ഗുണം 0.32 0.64 ഇൻറ്റു 0.68. അപ്പൊ ഇത് ഏത് രൂപത്തിലെത്തി? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് ഈ ആശാൻ കിടക്കുന്നത് എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്കത് എഴുതാലോ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ 0.32 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0.68. ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കൂട്ടാം. 0.32 പ്ലസ് 0.68 കൂട്ടിയാൽ 8ഉം 2ഉം 10, 0 ശിഷ്ടം 1, 6ഉം 3ഉം 9, ശിഷ്ടമായ ഒന്നും കൂടി ചേരുമ്പോൾ 10, 0 ശിഷ്ടമുള്ള 1 ഇവിടെ. ഇപ്പം എന്ത് കിട്ടി നമുക്ക് ഉത്തരം? നമുക്ക് കിട്ടിയ ഉത്തരം 1. ആ 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെ. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അങ്ങനെ 14ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 14ാമത്തെ ചോദ്യം 0.01 0.010 0.010 1/100 ഇതിൽ ഏത് സംഖ്യയാണ് വ്യത്യസ്തമായത് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 0.01 അതാണ് ഒന്നാമത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യയോ 0.010. ഓക്കെ, മൂന്നാമത്തെ സംഖ്യ 0.0101. നാലാമത്തെ സംഖ്യ 1/100. ഓക്കെ, അവിടെ ഞാനൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. കുത്തു കൊണ്ടവന്റെ മുന്നിൽ എത്ര 0 വന്നാലും, കുത്തു കൊള്ളാത്തവന്റെ മുന്നിൽ എത്ര 0 വന്നാലും, കുത്തു കൊണ്ടവന്റെ പുറകിൽ എത്ര 0 വന്നാലും ആ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല എന്ന കാര്യം. എന്താണ് ഈ കുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോയിന്റ് ഇടില്ലേ, ഡെസിമൽ പോയിന്റ്, ആ സാധനം. 8 എന്ന് പറയുന്ന സംഖ്യ കുത്തു കൊള്ളാത്തവനാ, അവിടെ പോയിന്റ് ഒന്നുമില്ല. അപ്പൊ അതിൻ്റെ മുന്നിൽ എത്ര 0 ഇട്ടാലും ആ പൂജ്യങ്ങൾക്ക് വിലയില്ല. അതേപോലെ 0.8 എന്ന് പറയുന്നതോ അത് കുത്തു കൊണ്ടവനാ, പോയിന്റ് ഉള്ളവനാ. അവൻ്റെ പുറകിൽ എത്ര 0 വന്നാലും ആ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. എങ്കിൽ ഒന്നാമത്തേത് അവിടെ ഇരിക്കട്ടെ, രണ്ടാമത്തേതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇവിടെ കുത്തു കൊണ്ടവനാണ്, പുറകിൽ ഇനി എത്ര പൂജ്യങ്ങൾ വന്നാലും, അതിൻ്റെ അവസാനം എത്ര 0 വന്നാലും അതിനൊന്നും ഒരു വിലയുമില്ല, വെട്ടിക്കളയാം. അതെന്തായി? 0.01 എന്ന് തന്നെയായി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ അതിന് ഇനി മാറ്റാനൊന്നും പറ്റില്ല, അത് 0.0101 എന്ന് തന്നെയാണ്. നാലാമത്തെ ഓപ്ഷൻ 1/100. നമ്മളതിനെ ഡെസിമൽ ഡിജിറ്റാക്കി കൺവെർട്ട് ചെയ്യുമ്പോൾ, ഡെസിമൽ നമ്പറായി കൺവെർട്ട് ചെയ്യുമ്പോൾ, താഴെ എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും ഡെസിമൽ ഡിജിറ്റുകൾ ഉത്തരത്തിൽ ഉണ്ടാകണം. അതായത് ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ ഉണ്ടായിരിക്കണം. മുകളിലുള്ള ആളെ അവസാനം എഴുതണം. മുകളിലുള്ള ആള് ഞാൻ അവസാനം എഴുതി. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0, മുന്നിൽ ആരുമില്ല, അവിടെ 0. അപ്പൊ ആരെവിടെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്? ഇത് 0.01, ഇതും 0.01, ഇതും 0.01. വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് 0.0101. ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അങ്ങനെ 15ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 1.72ന്റെ പകുതിയോട് 0.42ന്റെ 1/3 കൂട്ടിയാൽ കിട്ടുന്നത് എന്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാം. 1.72ന്റെ പകുതിയോട്
എന്ത് കൂട്ടണം? 0.42ന്റെ 1/3 എന്ന് പറഞ്ഞാൽ ബൈ 3. 4/1 എന്ന് പറഞ്ഞാലോ ബൈ 4. 6/1 എന്ന് പറഞ്ഞാൽ ബൈ 6. ഓക്കെ, അപ്പൊ ഇവിടെ 3/1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ബൈ 3 ചെയ്യണം. ഓക്കെ, ഇവിടെ 2 ഭിന്നസംഖ്യാ രൂപത്തിലാണ് കിടക്കുന്നത്. എന്തിനെയാണ് നമ്മൾ ഹരിക്കുന്നത്? 1.72 എന്ന് പറയുന്ന ഒരു ദശാംശ സംഖ്യനെയാണ് ഹരിക്കുന്നത്. അപ്പോൾ ദശാംശ സംഖ്യനെ ഹരിക്കാൻ ഞാനിവിടെ പറഞ്ഞു തരട്ടെ. 1.72/2. ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, മുകളിലിരിക്കുന്ന 1.72ൽ എത്ര ഡെസിമൽ ഡിജിറ്റുകളുണ്ട്? എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 2 ആളുകൾ അല്ലേ? 7ഉം 2ഉം. അപ്പം മുകളിൽ 2 ഡെസിമൽ ഡിജിറ്റുകൾ. താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളുണ്ട്? എത്ര ഡെസിമൽ ഡിജിറ്റുകളുണ്ട്? താഴെ ഡെസിമൽ ഡിജിറ്റുകൾ ഒന്നുമേ ഇല്ല, 0. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്നത് പോലെ മുകളിൽ 2 ഇരിക്കുന്നു, താഴെ ഒന്നുമേ ഇല്ല. മുകളിലുള്ളവൻ ആ 2 ഇല്ലാത്തവന് കൊടുക്കും. ഇനി ഞാൻ പോയിന്റ് എഴുതില്ല. പോയിന്റ് എഴുതാതെ 172 എന്ന് മാത്രമേ എഴുതുള്ളൂ. ബൈ 2 എന്ന് താഴെ എഴുതും. എവിടെയാണ് കുറവ്? താഴെയാണ് കുറവ്. എത്ര കുറവ്? 2 കുറവ്. അപ്പൊ ഞാൻ ഇതിനെ ഗുണിക്കുന്നു. എന്തുകൊണ്ട്? 2 പൂജ്യമുള്ള 10ന്റെ പവർ ഉണ്ട്. 2 പൂജ്യമുള്ള 10ന്റെ പവർ 100 അല്ലേ? അതുകൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, എവിടെ? താഴെയാണ് കുറവ്. അപ്പം ഞാൻ താഴെയാണ് ഗുണിക്കുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പം 172/2 × 100 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. 172ന്റെ പകുതി. 172ന്റെ പകുതി എത്രയാ? 170ന്റെ പകുതി എത്രയാ? 172ന്റെ പകുതി 100ന്റെ പകുതി കാണുക, 70ന്റെ പകുതി കാണുക, 2ന്റെ പകുതി കാണുക. പെട്ടെന്ന് പകുതി കാണാൻ പറ്റുന്നില്ലെങ്കിൽ 100ന്റെ പകുതി 50, 70ന്റെ പകുതി 35, 2ന്റെ പകുതി 1, 50ഉം 35ഉം ഒന്നും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടും 172ന്റെ പകുതി. അത് 86ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തായി? 86/100 എന്ന് കിട്ടി. ഇനി അതിനെ ഡെസിമൽ ഡിജിറ്റിലേക്ക് എടുക്കാലോ. ഈ ഭിന്നസംഖ്യനെ നമുക്ക് ദശാംശ സംഖ്യയാക്കി മാറ്റാമല്ലോ. എങ്ങനെ? എടാ, താഴെ 2 പൂജ്യങ്ങൾ. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണ്. അത് മുകളിലുള്ള ആളുകളെ നമ്മൾ അവസാനം എഴുതും അല്ലേ? 8, 6. ഇനി ഒഴിഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പൊ അതിന്റെ ഉത്തരം 0.86 തന്നെ. 0.86 തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.86 എന്ന് കിട്ടി. പ്ലസ് ഇനി 0.42/3 നമുക്ക് ഇതേപോലെ മാറ്റാം. ഓക്കെ, മാറ്റില്ലേ? അപ്പൊ ഞാനിത് മായ്ക്കുന്നു കേട്ടോ. (0.42/3) മുകളിൽ ഡെസിമൽ ഡിജിറ്റുകൾ 2 എണ്ണം. താഴെ ആരുമില്ല. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എടാ, എന്ത് സംഭവിക്കും? ഞാൻ ഡെസിമൽ ഡിജിറ്റ് ഒഴിവാക്കി 42/3 എന്ന് എഴുതി. താഴെയാണ് ഇല്ലാത്തത്. താഴെ എത്രയില്ല? 2 സ്ഥാനങ്ങളില്ല. അപ്പൊ ഞാൻ 2 പൂജ്യമുള്ള ഡെസിമൽ ഡിജിറ്റ് കൊണ്ട് 10ന്റെ പവർ കൊണ്ട് ഗുണിക്കും താഴെ. ഓക്കെ, അപ്പൊ 42/3 × 100 എന്നായി. എടാ, 42നെയും 3നെയും നമുക്ക് ചെറുതാക്കാലോ. 42ൽ എത്ര 3കൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 14. അങ്ങനെ 14/100 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം അത് 0.14ആണ്. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലായാലോ? 2 പൂജ്യമാണ് താഴെയുള്ളത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വരണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ ഉത്തരമായിട്ട് കിട്ടിയത് 0.14. ഇനി ഇവരെ കൂട്ടിയാൽ മതി. കൂട്ടല്ലേ? 0.86 കൂട്ടണം 0.14 കൂട്ടിയാൽ 6ഉം 4ഉം 10, 0 ശിഷ്ടം 1, 1ഉം 8ഉം 9ഉം 1ഉം 10, 0 ശിഷ്ടം 1. അങ്ങനെ നമുക്ക് കിട്ടി ഉത്തരം 1 തന്നെ.
ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. മക്കളെങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം എങ്ങനെയാണ്? 3 കിലോ അരിയുടെ വില 27.36 രൂപ. അങ്ങനെയാണെങ്കിൽ 10 കിലോ അരിക്ക് എത്ര രൂപ എന്ന് കണ്ടുപിടിക്കണം. ചെയ്യല്ലേ? ഓക്കെ. 3 കിലോ അരിക്ക് 27.36 രൂപ എങ്കിൽ 1 കിലോ അരിയുടെ വില എത്രയായിരിക്കും? 27.36നെ 3 കൊണ്ട് ഭാഗിച്ചാൽ പോരെ? 3 കൊണ്ട് ഹരിച്ചാൽ പോരെ? എങ്ങനെ ഹരിക്കുക? മുകളിലിരിക്കുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്, ദശാംശ സംഖ്യയാണ്. എടാ ഞാൻ പറഞ്ഞു ദശാംശ സംഖ്യ ഹരിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതും 27.36/3. ഇനി എന്ത് ചെയ്യും? മുകളിലും താഴെയും എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കും. ഇവിടെ മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ, താഴെ ഡെസിമൽ ഡിജിറ്റുകളേ ഇല്ല. മുകളിൽ 2, താഴെ 0. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. 2 മുകളിലുള്ളത്. അപ്പൊ താഴെ നമ്മൾ എന്ത് ചെയ്യും? 2 0 10ന്റെ പവർ കൊണ്ട് ഗുണിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യാം. 27.36നെ 3 കൊണ്ട് ചെറുതാക്കാം. 27ൽ എത്ര 3കൾ? 9 3കൾ. 3ൽ 1 3, 6ൽ 2 3. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 912/100 എന്ന് കിട്ടി. ഓക്കെ. ഇതെന്താണ് 912/100 ചെയ്താൽ കിട്ടുക? താഴെ 2 പൂജ്യങ്ങൾ. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വേണം. ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വേണം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ മുകളിലിരിക്കുന്ന ആളെ അവസാനത്ത് നിന്ന് ഇങ്ങനെ എഴുതി വന്നാൽ മതി. ഓക്കെ. അവസാനത്തെ ആള് 2, ഇവിടെ 1, പോയിന്റിന് മുമ്പിൽ 9. 9.12 റുപ്പീസ് ആണ് 1 കിലോ അരിയുടെ വില. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 10 കിലോ അരിക്ക് എത്ര രൂപ എന്നുള്ളതാണ്. അവിടെ 1 കിലോ അരിക്ക് 9.12. അപ്പൊ 10 കിലോ അരിക്ക് ഗുണം 10 ചെയ്താൽ മതി. 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങും. അപ്പൊ എന്തായി? 91.2 എന്നായി. അപ്പൊ 10 കിലോ അരിക്ക് എത്ര രൂപ? 91.2 രൂപ എന്ന് നമുക്ക് കിട്ടും. അത് ഓപ്ഷനിൽ എവിടെ? 91.2. യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അങ്ങനെ നമ്മൾ 17ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 13.01 കൂട്ടണം 14.032 എന്നിട്ട് അതിൽ നിന്നോ 10.43 കുറയ്ക്കണം. നമുക്കപ്പോൾ ആദ്യം കൂട്ടാം അല്ലേ? ആദ്യം കൂട്ടാം 13.01 കൂട്ടണം 14.032. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇടാൻ മറക്കണ്ട, തെറ്റാതിരിക്കാൻ. കൂട്ടുമ്പോൾ 2 4 0 0.72. അപ്പൊ ഇത്രയും ഭാഗം ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 27.042. ഇനി അതിൽ നിന്ന് കുറയ്ക്കണം. എന്ത്? 10.43. 10.43 കുറയ്ക്കണം. കുറയ്ക്കാം. ഓക്കെ. അപ്പൊ ഈ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 10.43 ഒഴിഞ്ഞ സ്ഥലത്ത് 0 കൊടുത്തു. കുറയ്ക്കല്ലേ? 2ൽ നിന്ന് 0 പോയാൽ 2, 4ൽ നിന്ന് 3 പോയാൽ 1, 0ൽ നിന്ന് 4 പോകില്ല. അപ്പൊ നമ്മൾ അപ്പുറത്തുനിന്ന് 7ൽ നിന്ന് 1 അപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ അത് 6ആയി. ഈ 0ന്റെ ഒപ്പം ചേർന്നപ്പോൾ അത് 10ആയി. 10ൽ നിന്ന് 4 പോയാൽ 6 പോയിന്റ്. 26ൽ നിന്ന് 10 പോയാൽ ബാക്കി 16. നമ്മുടെ ഉത്തരം 16.612. 16.612 ഓപ്ഷൻ എ ആണ്. മക്കളെങ്ങനെ 18ാമത്തെ ചോദ്യം 4 ദശാംശ സംഖ്യകളെ കൂട്ടാനുള്ളതാണ്. കൂട്ടാം. അപ്പൊ കൂട്ടലൊക്കെ സെറ്റായില്ലേ? അപ്പൊ നമുക്ക് കൂട്ടാം. 1.363, 8.965, 0.0354, 0.0068. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ
0 ചേർത്താൽ നല്ലത്. കൂട്ടാം. 8ഉം 4ഉം 12, 2 ശിഷ്ടം 1, 1 3 4, 4 6 10, 10ഉം 10ഉം 20, 0 ശിഷ്ടം 2, 6ഉം 2ഉം 8, 8ഉം 6ഉം 14, 14 3 17, 7 ശിഷ്ടം 1, 9ഉം 1ഉം 10, 10ഉം 3ഉം 13, ശിഷ്ടം 1, 1ഉം 1ഉം 2, 2ഉം 8ഉം 10. നമ്മുടെ ഉത്തരം 10.3702. 10.3702. ഓപ്ഷനിൽ എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ക്ലിയർ? മക്കളെങ്ങനെ 19ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 122.992 നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ ആ സംഖ്യ കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 57.76ന്റെ കൂടെ 31.1 കൂട്ടിയാൽ കിട്ടുന്നതാണ്. അപ്പം നമുക്കത് ചെയ്യാം. ആദ്യം ഈ സമവാക്യത്തിന്റെ വലതുവശത്തുള്ളത് ചെയ്യാം. 57.76 കൂട്ടണം 31.1. ഒഴിഞ്ഞ സ്ഥലത്ത് ഞാൻ 0 കൊടുത്തു. പ്ലസ് 6 8 8 8. അപ്പം ഇത്രയും ചെയ്തപ്പോൾ 88.86 കിട്ടി. ഇതെന്തിനു തുല്യമാണ്? 122.992 നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ കിട്ടിയതിന് തുല്യമാണ്. ഓക്കെ, എങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ -x നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെയുള്ള പ്ലസ് 88.86 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം അതെന്താവും? 122.992 മൈനസ് 88.86 സമം എക്സ്. ഓക്കെ, അപ്പോൾ 122.992 നിന്ന് 88.86 നമുക്ക് കുറയ്ക്കാം. 122.992 നിന്ന് കുറയ്ക്കുന്നു 88.86. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ 0 ഇട്ടു. കുറച്ചാൽ 2ൽ നിന്ന് 0 പോയാൽ 2 തന്നെ, 9ൽ നിന്ന് 6 പോയാൽ 3, 9ൽ നിന്ന് 8 പോയാൽ 1 പോയിന്റ്. 2ൽ നിന്ന് 8 പോവില്ല എന്ന് നമുക്കറിയാം. നമ്മൾ അപ്പുറത്തുനിന്ന് കടെടുത്തു. ഇത് 12 ആക്കി, ഇത് 1 ആയി. 12ൽ നിന്ന് 8 പോയാൽ ബാക്കി 4, 11ൽ നിന്ന് 8 പോയാൽ ബാക്കി 3. അപ്പം നമ്മുടെ ഉത്തരം x എന്ന് പറയുന്ന സംഖ്യ 34.132. 34.132 ആണെന്ന് നമുക്ക് കിട്ടി. 34.132. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മക്കളെ, അങ്ങനെ 20ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 20ാമത്തെ ചോദ്യം 18.793 ഏത് സംഖ്യ കൂട്ടിയാലാണ് 50 കിട്ടുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചെയ്യല്ലേ? 18.793 ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ 50 കിട്ടി. അപ്പൊ സംഖ്യ കണ്ടുപിടിക്കണം. ഈ കൂട്ടണം 18.793 നമ്മൾ അപ്പുറത്തേക്ക് തട്ടിയ പോരെ. അപ്പൊ അത് കുറയ്ക്കണം 18.793 സമം. കുറച്ചാൽ മതി. 50.000 ഇട്ടു. കാരണം അപ്പുറത്ത് 3 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ 3 0 ഇട്ട് വെച്ചു. ഓക്കെ, ഇനി 18.793 ഇത് ചെയ്താൽ മതി. ഇത് ചെയ്താൽ കിട്ടുന്നത് ഇത് 10 ആകുന്നു, ഇത് 9 ആകും, ഇത് 9 ആകും, ഇത് 9 ആകും, ഇത് 4 ആകും. ഓക്കെ, ഇനി 10ൽ നിന്ന് 3 പോയാൽ 7, 9ൽ നിന്ന് 9 പോയാൽ 0, 9ൽ നിന്ന് 7 പോയാൽ 2 പോയിന്റ്, 9ൽ നിന്ന് 8 പോയാൽ 1, 4ൽ നിന്ന് 1 പോയാൽ ബാക്കി 3. അങ്ങനെ 31.207 നമ്മുടെ ഉത്തരമായി കിട്ടുക. 31.207. മക്കളെ, ഇപ്പോൾ ഡെസിമൽ ഡിജിറ്റുകൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിൽ രണ്ടാമത്തെ ഭാഗത്ത് അടുത്ത ചോദ്യങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതാണ് നമുക്കുള്ള ഊർജം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാകണം. താങ്ക് യു സോ മച്ച്.